MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാസ് കൊണ്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ട്യൂണ ഫിഷ് ഉണക്കിയതാണ് മാസ്. വളരെ ടേസ്റ്റിയായ ചമ്മന്തി മാസ് കൊണ്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 2 രീതിയിലുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലുള്ളൊരു കഷ്ണം മാസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹാർഡായാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കണം. 2 മണിക്കൂർ കുതിരാനായി വെക്കാം. ഇനി ഇത് നന്നായി കഴുകി ചതച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 25 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. നമുക്ക് ഈ മാസ് ഒന്ന് ആദ്യം ചതച്ചെടുക്കാം. ഇനി ഇതുകൂടി ചതച്ചെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ചതച്ചു വെച്ച മാസ് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഈ എണ്ണയിൽ തന്നെ ചതച്ചെടുത്ത ഉള്ളിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായി വഴറ്റി മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്കിതിലേക്ക് മാസ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് തരിതരിപ്പായി പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ് കൊണ്ട് തേങ്ങ ചേർത്തുള്ള ചമ്മന്തി കൂടി ഉണ്ടാക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ മാസ് വെള്ളത്തിൽ കുതിർത്തി ചതച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ്. നമുക്കിതിനായി 1/4 കപ്പ് തേങ്ങ ചിരവിയത് വേണം. 5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 8 വറ്റൽമുളക്, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് വറ്റൽമുളകൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാസ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം.
ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അധികം അരഞ്ഞു പോകാതെ തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ചേർത്ത മാസ് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ചമ്മന്തിക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.